വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചിക്കൻ ബന്നാണ്. ഇത് ഓവണിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റൗ ടോപ്പിലും ചെയ്യാം. കേക്കൊക്കെ ചെയ്യുന്ന പോലെ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ചിക്കൻ ബന്നിൻ്റെ ഡോ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അളവ് കൃത്യമായിരിക്കണം, അങ്ങനെ നമ്മുടെ ഡോ കറക്റ്റ് ഇതിൽ വരുള്ളൂ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മതി. കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഞാൻ 3/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ, ഒന്നിച്ച് ചേർക്കരുത്. ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം 3/4 കപ്പായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ട്. അതില്ലാതായപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം. അങ്ങനെ നമ്മുടെ ഡോ ബന്ന് നല്ല സോഫ്റ്റായി ഇരിക്കുന്നു. കുറച്ചുകൂടെ ഒലീവ് ഓയിൽ ചേർത്തിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഇത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. കാലാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ മാവ് പൊന്തി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതിലേക്ക് കസ്തൂരി മേത്തി 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തിട്ടുള്ള ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി ഇതിന് ശേഷം വേണം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞതാണ് ഇത് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ് ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത ചിക്കന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലൊന്ന് നല്ലോണം മിക്സായി കിട്ടട്ടെ ചിക്കൻ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് ചിക്കൻ ഇപ്പൊക്കെ ഇതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ട്
ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ സമയത്ത് എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഒരു കൈപ്പിടി മല്ലിച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഡോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നീളക്കത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. പറ്റ കനം കുറച്ച് പരത്തരുത്, എന്നാൽ കനം കൂടാനും പാടില്ല. ഇതുപോലെ നീളക്കത്തിൽ പരത്തിയെടുക്കുക. ഇനി ഈ മസാല ഉണ്ടല്ലോ, ഈ പരത്തിയെടുത്ത് ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ നീളക്കത്തിനിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കീറി കൊടുക്കുക. ഇത് ആദ്യം ഇത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്യാം. ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ അറ്റം. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓവൻ്റെ ട്രൈയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെയ്യാം. സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓവനിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റൗവിൽ ചെയ്തെടുത്താൽ മതി. എല്ലാ ബന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി റെഡ് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക. വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി.
ഇനി പിന്നെ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഇതും അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. കാണാൻ ഭംഗിക്ക് വേണ്ടി. ഇതൊക്കെ ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ബണ്ണ് ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ടോ, അല്ലെങ്കിൽ അപ്പോൾ എടുക്കുക. ഇതാ അപ്പം നമ്മുടെ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.